ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ആഭിചാര ദോഷം മാറാനുള്ള ഒരു മന്ത്രത്തെപ്പറ്റി പറയാനാണ് ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആഭിചാര ദോഷം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ. ആഭിചാരം എന്ന് പറയുന്നത് അത് ഒരു വ്യക്തി, നമ്മളോട് അസൂയയുള്ള ഒരു വ്യക്തി നമുക്ക് വേണ്ടി, നമ്മൾ നശിക്കാൻ വേണ്ടി നമ്മളോട് നയത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ക്രിയയാണത്. അത് ആഭിചാരം ചെയ്തിട്ട് നമുക്കത് നമ്മുടെ വീട് നശിക്കാനാണെങ്കിൽ വീടുകളിൽ കൊണ്ടുവന്നിടുക, അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഇട്ടാലും മതി. അതുപോലെ ഒരു വ്യക്തി നശിക്കാനാണെങ്കിൽ ആ വ്യക്തിക്ക് അത് ഉള്ളിൽ ആഭിചാരം പോലെ ചെയ്ത് കൊടുക്കുക. അതിന് കൈവിഷമെന്നും പറയും. അപ്പോൾ അങ്ങനെയുള്ള ദോഷങ്ങളും ആഭിചാരത്തിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള ഉയർച്ച, നമുക്കുള്ള സാമ്പത്തിക ഉയർച്ചയായാലും നമ്മുടെ ജോലിയിലുള്ള ഉയർച്ചയായാലും അതൊക്കെ നശിച്ച് നമ്മൾ ഇതാവുന്നതിന് വേണ്ടി മറ്റുള്ളവർ നമുക്ക് വേണ്ടി, നമ്മളോടുള്ള മറ്റുള്ളവരെന്ന് പറയുന്നത് എല്ലാ ആളുകളും ചെയ്യില്ല. നമ്മളോട് അസൂയുള്ള ആളുകൾ, നമ്മൾ നശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ചില ആളുകൾ നമുക്കറിയില്ല, നമ്മുടെ ചുറ്റിലും കാണും. അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ക്രിയയാണിത്. അത് നമുക്ക് പോലും അറിയില്ല. അവർ ചിലപ്പോൾ നമ്മളോട് നയത്തിലായിരിക്കും നിൽക്കുന്നത്, പക്ഷേ നമ്മൾ പോലും അറിയാതെ അത് നമ്മൾ ഒന്നിലവർ ഉള്ളിൽ തരും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലോ ചുറ്റിലെ പറമ്പിലോ ഒക്കെ കൊണ്ടിട്ടാൽ അത് നമുക്ക് ദോഷമായിട്ട്, അത് നമ്മൾ മറികടന്നാൽ നമുക്കത് ദോഷമായി ഭവിക്കുന്നതാണ്. അത് ചില സമയങ്ങളിൽ നമുക്ക് ദോഷ സമയമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നെഗറ്റീവായിട്ട് നെഗറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാകുന്നതാണ് അതിൻ്റേതായ. അതല്ല, നമുക്ക് അനുകൂലമാണ്, ദൈവത്തിൻ്റെ ഫുൾ സപ്പോർട്ട്, അതുപോലെ നല്ല സമയവും ആണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും കേൾക്കാറേയില്ല. പക്ഷേ അങ്ങനെ ദോഷം എന്തെങ്കിലും ഏറ്റിട്ടുള്ളവർ ജപിക്കേണ്ട ചില മന്ത്രങ്ങളല്ല, ഒരു മന്ത്രത്തെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതുപോലെ കുഞ്ഞുങ്ങൾക്കായാലും എപ്പോഴും വീട്ടിലെ അസുഖങ്ങൾ വരിക, ഔചാരിതമായിട്ട് നമുക്ക് ആക്സിഡൻറ്റുകൾ ഉണ്ടാവുക, ആശുപത്രിവാസം, പെട്ടെന്ന് തന്നെ നല്ല ആക്റ്റീവായിരുന്ന ആൾ പെട്ടെന്ന് കൊഴിഞ്ഞു വീണ് ആശുപത്രിവാസത്തിലോട്ട് പോവുക, അതുമൂലം ഉണ്ടാകുന്ന ചിലവുകൾ, സമയനഷ്ടം, അതുപോലെ വീട്ടിലെ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ പെട്ടെന്ന് കേടായി പോവുക. അത് ഒരു സാധനം അവിചാരിതമായിട്ട് വല്ലപ്പോഴും കേടാവുന്നതല്ല, പെട്ടെന്ന് സാധനങ്ങൾ കേടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് അങ്ങനെയൊക്കെ മൊത്തത്തിൽ നമ്മളെ ഡൗൺ ആവും. ഓരോ മാരകമായ അസുഖങ്ങൾ വന്നാൽ തന്നെ നമ്മൾ ഫുൾ ഡൗൺ ആയി പോവും. അങ്ങനെ നമ്മളെ ഡൗൺ ആക്കുക, അതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പം അങ്ങനെ വല്ല ദോഷവും ഏറ്റിട്ടുണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടി നമ്മൾക്ക് വേണമെങ്കിൽ ദിവസവും ജപിക്കാം. ഒത്തിരി വട്ടമൊന്നും ജപിക്കണമെന്നില്ല, അതിന് വലിയ പൂജാവിധികളോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്നും സന്ധ്യ കഴിഞ്ഞിട്ട് ജപിക്കുന്നതായിരിക്കും ഉത്തമം. സന്ധ്യ കഴിഞ്ഞിട്ട് സന്ധ്യാവന്ദനമെല്ലാം സന്ധ്യയിലെ സമയത്തെ പ്രാർത്ഥനയും ജപമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ രാത്രിയിൽ ജപിച്ചാലും മതി, ഉറങ്ങുന്നതിന് മുന്നേ ജപിച്ചാലും മതി. ഇങ്ങനൊരു ദോഷം ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുക. ഉറപ്പായിട്ടും നിങ്ങളിൽ നിന്ന് ആ ദോഷം വിട്ടുപോകുന്നതാണ്. ആ മന്ത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം. ഓം ഹ്രീം ധും ദുർഗേ ഭഗവതി മനോഗ്രഹ മന്മഥ മത ജിഹ്വാ പിശാചി സാദയ ഹൃദദൃഷ്ടി അഹിതദൃഷ്ടി പരദൃഷ്ടി സർപ്പദൃഷ്ടി സർവദൃഷ്ടി നാശയ ഹോം ഫട്ട് സ്വാഹ. ഇതാണ് ആ മന്ത്രം. ഈ മന്ത്രം നിങ്ങൾ ഒരു പ്രാവശ്യം ജപിച്ചാൽ മതിയാകും. അത് നിങ്ങളിൽ ഇങ്ങനൊരു ദോഷങ്ങൾ ഭവിച്ചിട്ടുള്ളവർ ഈ മന്ത്രം ജപിച്ചോളൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബലം ഉണ്ടാകുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിൽ നിന്ന് മോചിതരാകുന്നതും ആണ്. അതിന് സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.